ബി.ജെ.പിക്കും ഹിന്ദുത്വ ശക്തികൾക്കുമെതിരെ മതനിരപേക്ഷ ശക്തികളുമായി സഹകരിക്കുമെന്ന് സി.പി.ഐ.എം പാർട്ടി കോൺഗ്രസിന്റെ കരട് രാഷ്ട്രീയ പ്രമേയം. പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ കരട് രേഖയിൽ നിർദ്ദേശമുണ്ട്. ബംഗാളിലും ത്രിപുരയിലും പാർട്ടിയുടെ കെട്ടുറപ്പ് വീണ്ടെടുക്കണമെന്നും കരട് രേഖ പുറത്തിറക്കിക്കൊണ്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞു. Against the opposition. So on all these three aspects, the Hindutva communal agenda, the neoliberal pro-corporate policies and anti-democratic authoritarian measures, the third term of the Modi government is continuing to pursue all these three aspects. We have seen how they have brought in now a constitution amendment bill for simultaneous elections to the Lok Sabha and the state assemblies. ഈ 24-ാം പാർട്ടി കോൺഗ്രസിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സി.പി.ഐ.എമ്മിൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഡ്രാഫ്റ്റ് അത് പുറത്തിറക്കിക്കൊണ്ടാണ് പ്രകാശ് കാരാട്ട് സംസാരിച്ചത്. 44 പേജുകളുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിബി ജോസഫാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സിബി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം സർവ്വദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതുപോലെ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കഴിഞ്ഞ 23-ാം പാർട്ടി കോൺഗ്രസിന് ശേഷം 24-ലേക്ക് എത്തുമ്പോൾ ഈ കാലയളവിൽ 3 വർഷക്കാലം രാജ്യത്ത് അതിതീവ്രമായി തന്നെ ഹിന്ദുത്വ ശക്തികൾ പിടിമുറുക്കുന്നത്. എന്നാൽ ബി.ജെ.പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ള തിരിച്ചടികളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ. പക്ഷേ ഇതിനെതിരായിട്ടുള്ള ഒരു യോജിച്ച മതനിരപേക്ഷ പോരാട്ടത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണോ ഈ പ്രമേയം അതിൻ്റെ ഡ്രാഫ്റ്റ് മുന്നോട്ട് വെക്കുന്നത്, 24-ാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനായി മുന്നോട്ട് വെക്കുന്നത്? അതുപോലെ തന്നെ സി.പി.ഐ.എമ്മിൻ്റെ സംഘടനാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് വരേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഈ പ്രമേയത്തിൻ്റെ ഡ്രാഫ്റ്റ് സൂചിപ്പിക്കുന്നുണ്ടോ? ചരിത്ര തീർച്ചയായും ഈ കഴിഞ്ഞ 23-ാം പാർട്ടി കോൺഗ്രസിലായിരുന്നു ഇത്തരത്തിൽ ഒരു ഹിന്ദുത്വ ശക്തികൾക്കും ബി.ജെ.പിക്കും എതിരായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി മതനിരപേക്ഷ കക്ഷികളുമായി സഹകരിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തതും പിന്നീട് ഇന്ത്യ സഖ്യവുമായിട്ടല്ല തന്നെയും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും തുടരണമെന്നുള്ള തീരുമാനം തന്നെയാണ് ഈ 24-ാം പാർട്ടി കോൺഗ്രസിലും ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ബി.ജെ.പിക്കും വർഗീയ ശക്തികൾക്കുമെതിരായ പോരാട്ടം തുടരും. ഇതിന് മതനിരപേക്ഷ കക്ഷികളുമായി ഒന്നിച്ചു നിൽക്കുകയും അത് ദേശീയ തലത്തിൽ മാത്രമല്ല ഇനിയിപ്പോൾ പാർലമെൻറ്റിനകത്തും പുറത്തുമെല്ലാം തന്നെയും വിഷയാധിഷ്ഠിത പ്രശ്നങ്ങളെല്ലാം തന്നെയും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തീരുമാനം കൂടി ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ കണ്ട് രാഷ്ട്രീയ രേഖയായി ഇപ്പോൾ സി.പി.ഐ.എം അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ 44 പേജിലുള്ള ഒരു കണ്ട് രേഖ ഇനിയിപ്പോൾ ഒരു പബ്ലിക് ഡൊമൈനായി മാറിയിരിക്കുന്നു. ഇതിൽ കീഴ്ഘടകങ്ങളിലെ എല്ലാ പാർട്ടി ഘടകങ്ങളിലും ഈ വിഷയം ഈ പ്രമേയങ്ങൾ ചർച്ച ചെയ്യും. പൊതുജനങ്ങൾക്ക് ഈ ഒരു പ്രമേയങ്ങളെല്ലാം തന്നെയും കൃത്യമായി കാണാൻ കഴിയും. ഇതിലെല്ലാം തന്നെയും ഭേദഗതി വരുത്താൻ കഴിയും, അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. എന്തായാലും പാർട്ടിയുടെ നയം എന്ന് പറയുന്നത് ബി.ജെ.പിക്കും ഹിന്ദുത്വ ശക്തികൾക്കെതിരായ നിലപാട് തന്നെയാണ്. ആ നിലപാടുമായി ശക്തമായി മുന്നോട്ട് പോകും. അത് പറയുമ്പോൾ തന്നെ കോൺഗ്രസുമായി ഓരോ പാർട്ടിയുമായിട്ടുള്ള നയം കൂടി സി.പി.ഐ.എം വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസുമായിട്ടെല്ലാം തന്നെയും ഒരു സഖ്യമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ മതനിരപേക്ഷ കക്ഷികൾ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ ബി.ജെ.പിക്ക് എതിരായ കാര്യങ്ങളിൽ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കും. മറിച്ച് ഒരു രാഷ്ട്രീയ സഖ്യമായി ഒരിക്കലും കോൺഗ്രസുമായി സഹകരിക്കില്ല എന്നും കൂടി വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു കരട് പ്രമേയത്തിൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തീർച്ചയായും ഇപ്പോൾ സിബി സൂചിപ്പിച്ചതുപോലെ ഹിന്ദുത്വത്തെ എതിർക്കുന്ന കാര്യത്തിൽ പലപ്പോഴും മൃദു ഹിന്ദുത്വ നിലപാടുകളടക്കം സ്വീകരിക്കുന്ന കോൺഗ്രസ്, അതുപോലെ സാമ്പത്തിക നയങ്ങളിൽ കോൺഗ്രസും ബി.ജെ.പിയും ഒരേ നിലപാട് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്ന തിരുത്തൽ വരുത്താത്ത സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ സഹകരണം അനിവാര്യമല്ല, അങ്ങനെ കഴിയില്ല. പകരം ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള സഹകരണം ബി.ജെ.പിക്കെതിരായ ഒരു പൊതു പോരാട്ടത്തിൽ വേണ്ടതുണ്ട്. അതേസമയം സി.പി.എമ്മിൻ്റെ സംഘടനാ സംവിധാനം ഏതൊക്കെ നിലകളിൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വിപുലമായ ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഡ്രാഫ്റ്റ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിച്ചേരുക. പാർട്ടി കോൺഗ്രസ്സാണ് അതിന് അന്തിമ അനുമതിയും ഒക്കെ നൽകേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സിബി നൽകിയത്.